ഹരേ കൃഷ്ണ. അഷ്ടമി രോഹിണി നാളിൽ മനസ്സൊരു മുക്തവൃന്ദാവനമായെങ്കിൽ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിക്കുന്ന ദിവസം അർദ്ധരാത്രിയിലാണ് ഭക്തവത്സലനായ ശ്രീകൃഷ്ണൻ അവതാരമെടുക്കുന്നത്. കൃഷ്ണൻ്റെ ജനനം നടന്ന അഷ്ടമി ദിവസം, അതാണ് ജന്മാഷ്ടമി. കേരളത്തിൽ മാത്രമാണ് ഈ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ ഭാദ്രപദ മാസത്തിലെ കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന അർദ്ധരാത്രിയിലാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ഭഗവാന്റെ ജനനത്തോടു കൂടി ഒരു പുതിയ ജീവിതം എല്ലാവർക്കും കിട്ടുകയാണ്. അതായത് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുന്നു. ഭക്തർക്ക് രക്ഷകനായി ജനിക്കുകയാണ്. ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ ഫലസിദ്ധി കൈവരുത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത്? തലേന്ന്, അതായത് സെപ്റ്റംബർ 13 അന്ന് സന്ധ്യയ്ക്ക് മുന്നേ ഭക്ഷണം നിർത്തണം. 2 നേരം പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കണം. ഉച്ചയ്ക്ക് ലഘുവായ ഭക്ഷണം കഴിച്ചാൽ മതി. 13-ാം തീയതി സന്ധ്യയ്ക്ക് നെയ്യ് വിളക്ക് തെളിയിക്കണം. എന്നിട്ട് ഭഗവാന്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അറിയുന്ന നാമങ്ങളൊക്കെ ചൊല്ലണം. വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം, അമ്മ മഹാമായയും പ്രാർത്ഥിക്കണം. 14-ാം തീയതിയും വ്രതമെടുക്കുക. പറ്റുന്ന പോലെ എടുക്കുക. രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് തെളിച്ച് നാമം ജപിക്കുക. ഭഗവാന്റെ ജനനത്തിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുക. ഭാഗവതം വായിക്കുക. ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. സദാസമയവും ഭഗവാന്റെ ചിന്തകൾ തന്നെ ആവണം. നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചാൽ ഭഗവാൻ നമ്മളെക്കുറിച്ചും ചിന്തിക്കും. ഉണ്ണി നമ്മുടെ വീട്ടിൽ വരികയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു താങ്ങായി, തണലായി എന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കണം. സന്തോഷമായാലും ദുഃഖമായാലും പങ്കിടാൻ ഒരു കൂട്ടാവാൻ ഉണ്ണി വരികയാണ്. അങ്ങനെ ചിന്തിച്ചാൽ അർജുനനെ എങ്ങനെയാണോ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്, അർജുനൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയാണ് കാത്തുരക്ഷിച്ചത്, അതുപോലെ നമ്മളെല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഉണ്ണിയുടെ പിറന്നാളല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ണിക്ക് സമർപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് അത്രയും വളരെ നല്ല കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ, ഗോവർദ്ധനോദ്ധാരത്തിൻ്റെ സമയത്ത് ഗോവർദ്ധനത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആ 7 വയസ്സുകാരൻ അറിയുന്ന എല്ലാ പലഹാരത്തിൻ്റെ പേര് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു അപ്പം. അപ്പോൾ നമുക്ക് അഷ്ടമി രോഹിണി ദിവസം നമുക്ക് എല്ലാവർക്കും അപ്പം ഉണ്ടാക്കിയിട്ട് ഭഗവാനെ സമർപ്പിക്കാം.